ഹായ് ഓൾ. അപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് നമ്മൾ ഫിഫ്ത് ക്വസ്റ്റിന് തന്നെ എ പാർട്ടിലെ 1ഉം 2ഉം എല്ലാം നമ്മൾ ചെയ്തിരുന്നു. ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും നമ്മൾ രണ്ടും ആൻസർ ചെയ്ത് കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിന്റെ തന്നെ ബി പാർട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് ബി പാർട്ടിനകത്തേക്ക് ഡയറക്റ്റ്ലി പോയേക്കാം. സുമിത്ര ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രേഡിംഗ് ഇൻ ഡിറ്റർജൻസ്. She does not maintain proper records of her businesses. എന്നാണ് ഫ്രം ദി ഫോളോവിംഗ് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ഹർ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ടോട്ടൽ പർച്ചേസസ് ആൻഡ് സെയിൽസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2025. എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിലും ഉണ്ടാകാം, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവാം. ക്ലിയർ ആണല്ലോ? ടോട്ടൽ പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്, ക്യാഷ് പർച്ചേസ് ഉണ്ട്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഇൻവെന്ററി, സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ഇൻവെന്ററിയുടെ ഒക്കെ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, അതുപോലെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശേഷം നമുക്ക് എക്സ്ട്രാ തന്നിരിക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ടിന്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനകത്ത് എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോ നമുക്കിത് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കണം, ഒരു ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടുമെന്നും, ഒരു എന്താണ് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസിങ് കിട്ടും എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ഏതിന്റെ അക്കൗണ്ട് വരയ്ക്കാം? ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം അല്ലെ? ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്താണ് റഫായിട്ട് ഇങ്ങനെ വരച്ചിടുന്നു. നമ്മള് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓക്കെ ആണല്ലോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ബാലൻസ് ബോർഡ് ഓൺ ചെയ്യുന്നു. ബാലൻസ് ബോർഡ് ഓൺ. അപ്പൊ ഓപ്പണിംഗ് ബാലൻസുകളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഓപ്പണിംഗ് ബാലൻസ് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ കൊടുത്തിരിക്കുന്നത് 1,50,000 നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ക്ലോസിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എത്ര കൊടുത്തിരിക്കുന്നത്? 2,56,000. ഇത് നമ്മൾക്കറിയാം. ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ്? ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? ബൈ ക്യാഷ്. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4,56,000. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാഷ് ഇവിടെ എഴുതുന്നത്? നമുക്കറിയാം, ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് ഓൺ എഴുതുന്ന സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റങ്ങൾ ആ പർട്ടിക്കുലർ ലെഡ്ജർ അക്കൗണ്ടിനെ കൂട്ടുന്ന ഐറ്റങ്ങളും അതിന് നേരെ ഓപ്പോസിറ്റ് എഴുതുന്നത് അതിനെ കുറയ്ക്കുന്നതുമാണ്. ഈ ഒരു സിമ്പിൾ നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇത് എഴുതാം. കാരണം ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഡെപ്റ്റേഴ്സിന്റെ ബാലൻസിനെ കുറയ്ക്കുന്ന സാധനമല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് വന്നിരിക്കുന്നത്? ഡിസ്കൗണ്ട് അലൗഡ്. നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവർക്കല്ലേ നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡിസ്കൗണ്ടും നമ്മുടെ ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നു. എത്രയാണ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തത്? 18,700. അപ്പൊ ഇതിന്റെ ബാലൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് നോക്കിക്കേ. 4,56,000, 18,700, 2,56,000. അപ്പൊ 7,30,700 കിട്ടുന്നു. ഇവിടെ ആകപ്പാടെ കുറയ്ക്കാൻ എന്തുള്ളൂ? 1,50,000 ഉള്ളൂ. സോ നമുക്ക് 5,80,700 കിട്ടുന്നു. ഇതെന്താണ്? ക്രെഡിറ്റ് സെയില് ബാലൻസിങ് ഫിഗർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കറിയാം ക്യാഷ് സെയിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ സെയില് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് സെയില് പ്ലസ് ക്രെഡിറ്റ് സെയിലാണ്. അപ്പോ ക്യാഷ് സെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്? 83,400. ക്രെഡിറ്റ് സെയിൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച എമൗണ്ട് നമ്മൾ എന്ത് എഴുതുന്നു? കൂട്ടി എഴുതുന്നു. 83,400 കൂട്ടുമ്പോ 6,64,100 കിട്ടുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ടോട്ടൽ സെയിലിന്റെ ഫിഗർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്തോടെ വരച്ചാൽ മതി? നമുക്ക് ഒരു ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് ഇതേപോലെ വരച്ചാൽ മതി. സിമ്പിൾ അല്ലേ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇത് എവിടെയായിരിക്കും ബോർഡ് ഓൺ ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബൈ ബാലൻസ് ബോർഡ് ഓൺ. ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 1,23,000 നമ്മൾ എഴുതി. ക്ലോസിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ടു ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് കൊടുത്തിട്ടുള്ളത്?
1,30,80,000 അതും നമ്മൾ എഴുതി. അടുത്തത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. സോ ബോറോണിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എഴുതി ടു ക്യാഷ്. എത്രയാണ്? 263,700. 263,700 നമ്മൾ എഴുതി വെച്ചു. പിന്നെ എന്താണുള്ളത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ഇയർ. അപ്പൊ നമ്മൾ കൊടുക്കാനുള്ളവരുടെ കയ്യിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അതും ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഒരു ഐറ്റം അല്ലേ. സോ ടു ഡിസ്കൗണ്ട് എത്രയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്? 11,300. ഇനി എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി. നോക്കിക്കേ, 263,700 പ്ലസ് 11,300 പ്ലസ് 1,38,000. അപ്പൊ ടോട്ടല് 4,13,000 കിട്ടുന്നു. അതിനകത്തുനിന്ന് 1,23,000 കുറയ്ക്കുന്നു. നമുക്ക് 2,90,000 എന്ത് കിട്ടി? ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. അപ്പൊ നമ്മള് ടോട്ടൽ പർച്ചേസ് എന്ന് പറയുമ്പോ ഏതാണ്? ക്യാഷ് പർച്ചേസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. 30,000 പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് 2,90,000. നമുക്ക് ടോട്ടൽ 3,20,000 കിട്ടും. ഇത്രേ ഉള്ളൂ ഈ കണക്ക്. ക്ലിയർ ആണല്ലോ. ഇൻവെന്ററിയുടെ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ചുമ്മാ തന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ആക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലം ആയിട്ട് അടുത്ത വീഡിയോനകത്തേക്ക് പോവാൻ സമയം കളയണ്ട. ഓക്കെ, താങ്ക് യു.